പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്നത്, നിങ്ങൾ എവിടെ ഇരുന്നാണ് പഠിക്കുന്നത് എന്നുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എത്ര പേർക്കറിയാം? നമുക്ക് ഇന്ന് ഒരു സ്റ്റഡി സ്പേസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സ്പോട്ട് കണ്ടുപിടിക്കുക എന്നാണ്. അതായത് കൺസിസ്റ്റൻസി ഈസ് ഗ്രേറ്റർ ദാൻ എനി ഫാൻസി സ്പോട്ട് എന്നാണ്. അതായത് നിങ്ങൾ ഡെയിലി ഒരേ കോർണറിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരേ സ്പോട്ടിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എന്താവും? നിങ്ങളുടെ ബ്രെയിൻ അതനുസരിച്ച് ട്രെയിൻഡ് ആവും. അതിന് നിങ്ങൾ വീട്ടിലൊരു കോർണറിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ പോലും സീനില്ല. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ബെഡിലിരുന്ന് പഠിക്കരുത്. അതെന്താണെന്നല്ലേ, നമ്മൾ ബെഡിലിരിക്കുമ്പം നമ്മുടെ മൂഡ് പഠിക്കാനുള്ള മൂഡായിരിക്കില്ല. നമ്മൾ മെല്ലെ എന്താവും, ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ ബെഡ് ഒഴികെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നിങ്ങൾക്ക് പഠിക്കാനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു സ്പേസിൽ തന്നെ ഇരുന്നിട്ട് എന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്റ്റഡി സ്പേസ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഒബ്വിയസ്ലി നാച്ചുറൽ ലൈറ്റാണ്. അതായത് നമ്മുടെ രാവിലത്തെ സമയമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നൈറ്റ് ഔൾ ആയിട്ടുള്ള മക്കളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ രാത്രിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് എങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാം. അപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഡിം യെല്ലോ ലൈറ്റ്സ് ചൂസ് ചെയ്യരുത്, പകരം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ പഠിക്കുന്നത് എന്ത് ചെയ്യരുത്, ഷാഡോ നിങ്ങളുടെ ബുക്കിൽ വീഴുന്ന രീതിയിൽ ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രൈറ്റ് ലൈറ്റ് ചൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ബ്രൈറ്റ് ലൈറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ബ്രെയിന് കൂടുതൽ അലേർട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. നേരെ മറിച്ച് ഡിം ആയിട്ടുള്ള അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ്സിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കോസി വൈബായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ എന്താവും, ഒന്ന് റിലാക്സ്ഡ്, അതായത് ഒരു സ്ലീപ്പിംഗ് മൂഡിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ഒരു സ്പേസ് കിട്ടി നമുക്ക്, നമ്മൾ അവിടുത്തെ ലൈറ്റിംഗ് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പോസ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കംഫർട്ടബിളായും സ്ട്രൈറ്റ് ആയും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയേഴ്സും ടേബിളും വേണം നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോട്ട് ചൂസ് ചെയ്യാൻ. നമ്മൾ കുറേ സമയം ഇരുന്നിട്ടാണല്ലേ പഠിക്കുക. അപ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ എന്താണ്, നമ്മുടെ പോസ്ചർ കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ ശരിയാക്കിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരുപാട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് വരാം, ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റിങ്ങും ഫേർണിച്ചേഴ്സും ഒക്കെ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പോസ്ചറും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഡിസ്ട്രാക്ഷൻ ആണ് അല്ലേ. എന്താണ്, നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് മിസ്സേ കുറേ സമയം 2-3 മണിക്കൂറൊക്കെ ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ഒന്നും നോക്കാണ്ട് പഠിക്കുന്നത് എന്നുള്ളത്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന റൂള് വളരെ സിമ്പിളാണ്. ഇഫ് ഇറ്റ്സ് വിസിബിൾ ഇറ്റ്സ് ഡിസ്ട്രാക്റ്റിംഗ് എന്നാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഡിവൈസ് മാക്സിമം നമ്മുടെ കയ്യിൽ എത്താത്തിടത്ത് വെക്കുക. അതായത് നമ്മൾ സൈലൻ്റ് ആക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോക്കസ് മോഡിൽ വെച്ചിട്ടോ സ്വിച്ച്ഡ് ഓഫ് ആക്കി വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് അടുത്ത് അത് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ തൊട്ടടുത്താണ് നമ്മൾ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി വിൽ റീച്ച് ഔട്ട് ദാറ്റ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ഇൻസ്റ്റഗ്രാം റീൽസ് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം നമ്മുടെ ഡിവൈസ് എടുക്കും. അപ്പോൾ നമ്മുടെ ഡിവൈസ് എപ്പോഴും എന്ത് ചെയ്യുക, നമുക്ക് കിട്ടാത്തിടത്ത് വേണം വെക്കാൻ. അതുപോലെ തന്നെ TV അതുപോലെയുള്ള വേറെ വല്ല ഗാഡ്ജറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ പഠിക്കാൻ വിചാരിക്കുന്നത് എങ്കിൽ അവിടെ പോയിട്ട് ഇരിക്കരുത്. നമ്മുടെ ഫോൺ മാത്രമല്ല നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ളത്, TV അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും താഴെ പോയിട്ടോ അതിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. അപ്പോൾ ഗാഡ്ജറ്റ്സ് മാത്രമല്ല, നമ്മുടെ ഡെസ്കിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ മെസ്സി ആയിട്ടുള്ള ഡെസ്ക് എന്ന് പറയുന്നത് എന്താണ്, മെസ്സി മൈൻഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ബുക്സും ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസും മാത്രം എപ്പോഴും നമ്മുടെ കൂടെ വെക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള സ്റ്റഡി ടൂൾസ് ഉണ്ടായിരിക്കും, ടൈമർ, വാട്ടർ ബോട്ടിൽ, അതുപോലെ പെൻസ്, ഹൈലൈറ്റേഴ്സ്, സ്റ്റിക്കി നോട്ട്സ്, ഇങ്ങനെയുള്ള ആവശ്യമായ സ്റ്റഡി ടൂൾസ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഒരു മിനിമൽ ആയിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഡെസ്ക് ആയിരിക്കണം നിങ്ങളുടെ സ്റ്റഡി സ്പേസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും എന്താവരുത്, എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിട്ടുള്ള ഒരു മെസ്സി ആയിട്ടുള്ള ഡെസ്ക് ആവരുത്. മിനിമൽ ആവണമെന്ന് വെച്ചിട്ട് നിങ്ങൾ ഡെസ്കിൽ വേറെ ഒന്നും കീപ്പ് ചെയ്യരുത് എന്നല്ല കേട്ടോ പറഞ്ഞത്. യു ക്യാൻ ആഡ് യുവർ പേഴ്സണൽ ടച്ചസ് ടു യുവർ സ്പേസ്. എങ്ങനെയാണ്, നമുക്ക് ഇപ്പം ഇഷ്ടമുള്ള
ഒന്ന് രണ്ട് ഗോൾ കാർഡ്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കാർഡ്സ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ വല്ല പ്ലാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്കിൽ വെക്കാം. അപ്പോൾ അങ്ങനെയുള്ള എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് എലമെൻറ്റ്സ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്കിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റഡി റൂം അല്ലെങ്കിൽ സ്റ്റഡി സ്പേസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റഡി റീസെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാത്രി അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണോ പഠിക്കുന്നത്, നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 2 minutes എടുത്തിട്ട്, വളരെ കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെസ്ക് ഒന്ന് നീറ്റാക്കുക, നിങ്ങളുടെ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലൂടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം, നിങ്ങൾ അടുത്ത ദിവസം പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട്, അതായത് നിങ്ങൾക്കൊരു ഫ്രഷ്നെസ്സോട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഒരു ചെറിയ ഹാബിറ്റാണ്, പക്ഷേ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റഡി സ്പേസ് എന്ന് പറയുന്നത് നോട്ട് അബൌട്ട് എവറിത്തിങ് പിൻട്രസ്റ്റി വൈബ് അല്ലെങ്കിൽ ഫോട്ടോജെനിക്. ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് സ്റ്റഡി റൂം. Take a clean corner and study consistently.